ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ ഇന്ന് അതിരൂക്ഷമായാണ് ഹൈക്കോടതി വിമർശിച്ചത്. 4.5 വർഷമായിട്ടും ചെറുവിരലനക്കാത്ത സർക്കാരിന്റേത് അതിശയിപ്പിക്കുന്ന നിഷ്ക്രിയത്വമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ ശരിയായ നടപടിയെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷ, പക്ഷേ ചെയ്തില്ല. സ്ത്രീപക്ഷ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു. ക്രിമിനൽ കുറ്റകൃത്യങ്ങളടക്കം സ്ത്രീകൾക്ക് നേരെ സിനിമാ മേഖലയിൽ നടന്ന ഒട്ടനവധി ചൂഷണങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ നിശബ്ദരായിരുന്നതെന്നാണ് സർക്കാരിനോട് ഹൈക്കോടതിയുടെ ചോദ്യം. ആ മൗനം കുറ്റകരമായ മൗനമായാണ് കോടതി നിരീക്ഷിച്ചത്. റിപ്പോർട്ടിന്മേൽ അടിയന്തരമായി പ്രതികരിക്കേണ്ടതായിരുന്നു ഭരണ സംവിധാനം. പക്ഷേ കഴിഞ്ഞ 4.5 വർഷമായി സർക്കാർ ഒരു നടപടിയും എടുത്തില്ല. പ്രഥമ ദൃഷ്ട്യാ തന്നെ നിരവധി കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടിട്ടും റിപ്പോർട്ടും വിവരങ്ങളും കയ്യിലുണ്ടായിട്ടും ഇത്രകാലം എന്തു ചെയ്യുകയായിരുന്നെന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തോട് ഭാവിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമമെന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് സർക്കാർ ചെയ്തത്. റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചുവെന്ന ന്യായവും സർക്കാർ നിരത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുക്കാനാകുമെന്ന് SIT പരിശോധിക്കണം. നടപടി സംബന്ധിച്ച SIT മുദ്രവെച്ച കവറിൽ വിശദമായ സത്യവാങ്മൂലം കോടതിക്ക് നൽകണം. നടപടി വൈകിയതിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. പ്രത്യേക ബെഞ്ചിന്റെ അടുത്ത സിറ്റിംഗ് ഒക്ടോബർ 3 നടക്കുമ്പോൾ കക്ഷികൾ സ്ത്രീപക്ഷത്തു നിന്ന് നിലപാടറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അതാണ് ഇന്ന് നടന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. ഇടക്കാല ഉത്തരവിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. 4.5 കൊല്ലം ഒരു റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളത് നമുക്ക് പറയാമല്ലോ. സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അങ്ങേയറ്റം ഉദാസീനമായ നിലപാടാണെന്നും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നുണ്ട്. നിശബ്ദതയും നിഷ്ക്രിയതയുമല്ല സർക്കാരിന് മുന്നിലുള്ള സാധ്യത. സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ കർശന നടപടി വേണമെന്നും ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു, ലീഗൽ കറസ്പോണ്ടന്റ്. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അതിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ അതിജീവിതമാരും ഉൾപ്പെടും. അവർക്കും ആശ്വാസം പകരുന്നതല്ലേ ഇന്നത്തെ കോടതിയുടെ ഇടപെടൽ? ഇനി സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് കൂടി കോടതി ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ ശ്യാം? ഹൈക്കോടതി എന്തെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങളാണ് അല്പസമയം മുമ്പ് പുറത്തു വന്ന ഇടക്കാല ഉത്തരവിലുള്ളത്. ഇടക്കാല ഉത്തരവിൽ സംസ്ഥാന സർക്കാരിന്റെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് വിമർശിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഞങ്ങൾ പരിശോധിക്കുന്നില്ല, അത് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ തന്നെ സീൽ വെച്ച കവറിൽ സൂക്ഷിച്ചാൽ മതി എന്നാണ് ഹൈക്കോടതി ഇതിന്റെ ഇടക്കാല ഉത്തരവിലെ ആദ്യ വാചകമായി പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും പാരഗ്രാഫുകളിലേക്ക് വരുമ്പോൾ, ഖണ്ഡികകളിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അങ്ങേയറ്റം ഉദാസീനമായ നിലപാടാണ് എന്നാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ 4.5 വർഷം ഒരു നടപടിയും എടുത്തില്ല. ഒപ്പം റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുക്കാൻ 4.5 വർഷങ്ങൾക്കിപ്പുറം ഒരു നിയമ വ്യവഹാരം വേണ്ടി വന്നു എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി വസ്തുതാ പരിശോധനാ സംവിധാനം എന്ന സർക്കാരിൻ്റെ വാദം ഹൈക്കോടതി അംഗീകരിക്കുന്നു. അത് വസ്തുതയാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് 1 കോടിയിലധികം രൂപ ചെലവിട്ടാണ്, അതായത് പൊതു ഖജനാവിൽ നിന്നുള്ള പണം ചെലവിട്ടാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെയുള്ള ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ ശരിയായ നടപടിയെടുക്കും എന്നായിരുന്നു ഹൈക്കോടതി പ്രതീക്ഷിച്ചത്. പക്ഷേ സർക്കാർ അത് ചെയ്തില്ല എന്ന അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം, സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്തില്ല എന്ന അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ഉന്നയിക്കുന്നുണ്ട്. നിശബ്ദതയും നിഷ്ക്രിയതയുമല്ല സർക്കാരിൻ്റെ മുന്നിലെ സാധ്യത എന്നുകൂടി ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ കർശനമായ നടപടി വേണം. സ്ത്രീപക്ഷ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് എന്നുകൂടി ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളുടെ അന്തസ്സ് ഹനിക്കുന്ന നടപടികളെ നേരിടാൻ ഓരോ
പൗരനും ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി പൊതുസമൂഹത്തെയും ഓർമ്മിപ്പിക്കുന്നു. അനീതികൾക്കെതിരെ സർക്കാർ മൂകമായിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി അതിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഇത്രയും നാൾ മൂകമായിരുന്നു എന്നാണ് ഹൈക്കോടതി പരോക്ഷമായി തന്നെ പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ പറയുന്നത്. ഈ SIT അന്വേഷണത്തെ സംബന്ധിച്ചാണ് ഹൈക്കോടതി അതിന്റെ ഇടക്കാല ഉത്തരവിന്റെ അവസാന തീർച്ചയായും ശ്യാം ദേവരാജ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശ്യാം നൽകിയത്.